മിണ്ടാതെ നടക്കുന്ന ഒരു ഹൈസ്കൂൾ വിദ്യാർത്ഥിനിയായിരുന്നു മിൽസുക്കോ. അവളുടെ ജീവിതം മാറിമറിയുന്നത് സ്കൂൾ ബസ്സിൽ വെച്ചാണ്. എല്ലാവരെയും കീറിമുറിച്ച ഒരു കൊടുങ്കാറ്റിൽ അവൾ ഒഴികെ മറ്റെല്ലാവരും മരിച്ചു. ആ കാറ്റ് അവളെ മാത്രം വേട്ടയാടാൻ തുടങ്ങി. അവൾ കണ്ടുമുട്ടുന്ന മറ്റ് പെൺകുട്ടികൾ വരെ കൊല്ലപ്പെട്ടു. പേടിച്ചു വിറച്ച് അവൾ ഒരു സ്കൂൾ വളപ്പിലെത്തി. അവിടെ വെച്ച് അഗി, സൂർ, തൈക്കോ എന്നീ കൂട്ടുകാർ അവളെ ആശ്വസിപ്പിച്ചു. അവർ ഒരുമിച്ച് ഒരിടത്ത് പോയി സംസാരിച്ചു. വിധി മുൻപേ തീരുമാനിച്ചതാണെങ്കിൽ പോലും സാധാരണ ചെയ്യാത്ത ഒരു കാര്യം ചെയ്താൽ അതിനെ മറികടക്കാം എന്ന് സൂർ ഒരു തൂവൽ കാണിച്ചു പറഞ്ഞു. പക്ഷെ അവർ വിചാരിച്ച ലോകമായിരുന്നില്ല അത്. സ്കൂളിൽ തിരിച്ചെത്തിയപ്പോൾ ടീച്ചർ ഒരു തോക്കെടുത്ത് വെടിവെച്ച് കുട്ടികളെ കൊന്നു. മിൽസുക്കോയ്ക്ക് മനസ്സിലായി, ഈ ലോകം മുഴുവൻ അവളെ കൊല്ലാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു കെണിയാണ്. സൂറും തൈക്കോയും അവളെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും അവർ കൊല്ലപ്പെട്ടു. രക്ഷപ്പെട്ടോടിയ മിൽസുക്കോയെ അടുത്ത ലോകം കാത്തിരുന്നു. അവൾ അടുത്ത ലോകത്തേക്ക് പ്രവേശിച്ചു. അവിടെ ഒരു പോലീസുകാരൻ അവളെ കെയ്ക്കോ എന്ന് വിളിച്ച് തിരിച്ചറിഞ്ഞു. കണ്ണാടിയിൽ നോക്കിയപ്പോൾ അവളുടെ രൂപം പൂർണ്ണമായും മാറിയിരുന്നു. തന്നെ ഒരു വിവാഹത്തിലേക്ക് കൊണ്ടുപോവുകയാണെന്ന് മനസ്സിലാക്കിയ മിൽസുക്കോ ഭയന്നു. അവിടെ വെച്ച് അവൾ അഗിയെ കണ്ടു. ഈ ലോകത്തിലെ സുഹൃത്തുക്കളാണവർ. വരൻ ഒരു പന്നിയുടെ തലയായിരുന്നു. ആ പന്നിത്തലയെ കുത്തിക്കൊന്നപ്പോൾ ടീച്ചർമാരും മറ്റും ആക്രമണകാരികളായി മാറി അവരെ പിന്തുടർന്നു. ഇവിടെയും അഗി കെയ്ക്കോയെ രക്ഷിക്കാൻ വേണ്ടി സ്വയം പിരിഞ്ഞുപോയി. വീണ്ടും ഒരു മാറ്റം. മൂന്നാമത്തെ ലോകത്ത് അവൾ ഇസുമി എന്ന മാരത്തൺ ഓട്ടക്കാരിയായി മാറി. ഈ ലോകത്തിൽ പഴയ രൂപത്തിലുള്ള അഗി, സൂർ, തൈക്കോ എന്നിവരെ അവൾ വീണ്ടും ഓട്ടത്തിൽ കണ്ടു. അവൾ ഒരു ഗുഹയിൽ ഒളിച്ചപ്പോൾ അവിടെ വെച്ച് രക്ഷകയായി അഗി വീണ്ടും പ്രത്യക്ഷപ്പെട്ടു. ഈ ലോകങ്ങൾ ഒന്നുമായിരുന്നില്ല, മറിച്ച് ഒരു ഗെയിം മാത്രമായിരുന്നുവെന്നും ആരോ ഒരാൾ തങ്ങളെ നിരീക്ഷിക്കുകയാണ് എന്നും അഗി രഹസ്യം വെളിപ്പെടുത്തി. ഈ കളി അവസാനിപ്പിക്കണമെങ്കിൽ മിൽസുക്കോ പ്രധാന കഥാപാത്രം എന്ന നിലയിൽ വിധി മാറ്റി എഴുതുന്ന ഒരു കാര്യം ചെയ്യണം. അതിനുവേണ്ടി അവസാനത്തെ ലോകത്തിലേക്ക് കടക്കാൻ അഗിയെ കൊല്ലാനും അവൾ മിൽസുക്കോയോട് ആവശ്യപ്പെട്ടു. അങ്ങനെ അഗി പറഞ്ഞത് കേട്ട് അവളെ കൊന്ന ശേഷം മിൽസുക്കോ അടുത്ത ലോകത്തേക്ക് പ്രവേശിച്ചു. മെൻസ് വേൾഡ് എന്ന ആ നഗരത്തിൽ ഒരു വൃദ്ധനെ അവൾ കണ്ടു. താൻ കടന്നുപോയ എല്ലാ കൊലപാതകങ്ങളും അയാൾ ഒരു 3D വീഡിയോ ഗെയിമിൽ കളിക്കുകയായിരുന്നു. 150 വർഷം മുൻപ് മരിച്ച മിൽസുക്കോയുടെ DNA ഉപയോഗിച്ച് ക്ലോണുകൾ ഉണ്ടാക്കി തന്റെ കളിപ്പാട്ടമായി ഉപയോഗിക്കുകയായിരുന്നു അയാൾ. മിൽസുക്കോയുടെ ക്ലോണുകൾ മിൽസുക്കോ, കെയ്ക്കോ, ഇസുമി. ഈ ഗെയിമിന്റെ അവസാനഘട്ടം മിൽസുക്കോയുമായി ബന്ധപ്പെടുക എന്ന അയാളുടെ ആഗ്രഹം പൂർത്തിയാക്കാനുള്ളതായിരുന്നു. പെൺകുട്ടികളെ കളിപ്പാട്ടം പോലെ ഉപയോഗിക്കുന്നത് നിർത്തൂ എന്ന് നിലവിളിച്ചുകൊണ്ട് മിൽസുക്കോ അയാളെ ആക്രമിച്ചു. അപ്പോൾ അവളുടെ ഓർമ്മയിൽ സൂർ പറഞ്ഞ വാക്കുകൾ വന്നു. സാധാരണ ചെയ്യാത്ത ഒരു കാര്യം വിധി മാറ്റിയെഴുതും. കളിയുടെ നിയമത്തിലില്ലാത്ത ആ വൃദ്ധൻ പ്രതീക്ഷിക്കാത്ത ഒരൊറ്റ കാര്യം മിൽസുക്കോ ചെയ്തു: ആത്മഹത്യ. മിൽസുക്കോ സ്വയം ജീവനൊടുക്കിയപ്പോൾ ആ ഗെയിം ലോകം തകർന്നു. അവൾ വീണ്ടും ഓരോ ലോകത്തിന്റെയും തുടക്കത്തിലെത്തി. ആക്രമണങ്ങൾ തുടങ്ങുന്നതിന് മുൻപ് തന്നെ ബസ്സിലും വിവാഹത്തിലും ഓട്ടത്തിലുമായി അവൾ ഒരേ സമയം ആത്മഹത്യ ചെയ്തു. എല്ലാത്തിൽ നിന്നും മോചിതയായി അവൾ വെളുത്ത മഞ്ഞു മൂടിയ ഒരു യഥാർത്ഥ ലോകത്തിൽ ഒറ്റയ്ക്കുണർന്നു. അവൾ ആശ്വാസത്തോടെ ഓടിപ്പോകുന്നു. തന്റെ മരണം കൊണ്ട് അവൾ വിധി മാറ്റിയെഴുതി ആ ഗെയിം അവസാനിപ്പിച്ചു.